വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് രജത് ആർ എഴുതിയിരിക്കുന്ന ബോഡി ലാബ് എന്ന നോവലാണ്. ബോഡി ലാബ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് DC അപ്മാർക്കറ്റ് ഫിക്ഷൻ ആണ്. ഇതിൻ്റെ വില 280 രൂപയാണ്. ഇത് രജത് ആറിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ്. ആദ്യത്തെ പുസ്തകം ഒന്നാം ഫോറൻസിക് അധ്യായം എന്ന് പറഞ്ഞ നോവലാണ്. രജത് ആർ ഒരു അനാറ്റമി അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം കൊച്ചിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമായിട്ടാണ് വിദ്യാഭ്യാസം നടത്തിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ജോൺറ എന്ന് പറയുന്നത് മെഡിക്കൽ ത്രില്ലർ എന്ന് പറയുന്ന ഒരു ജോൺറയിൽ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് DK മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന അഹല്യ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഇതിൻ്റെ പ്രധാന കഥാനായികയായിട്ട് വരുന്നത്. ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക്റ്റ എന്ന് പറഞ്ഞ രോഗമുള്ള സാന്ദ്ര എന്ന് പറഞ്ഞ ഡോക്ടർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ സാന്ദ്രയുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് അഹല്യേനെ എഴുത്തുകാരൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അഹല്യയ്ക്കും ഇതേ രോഗം തന്നെയാണ്. അതായത് എല്ലുകൾക്ക് ബലക്കുറവാണ് ഇതിൻ്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ചെറിയ ഒരു ഇതിന് വീണ് കഴിഞ്ഞാൽ എല്ലൊടിയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കഴപ്പും വേദനയും അങ്ങനെ അത് കൂടിച്ചേരാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഇതിൻ്റെ ഒരു ലക്ഷണങ്ങളായിട്ട് ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എടുത്തതാണ്. അല്ലാതെ എനിക്ക് ഈ രോഗത്തിനെ പറ്റി അറിയില്ല. അപ്പോൾ ഞാൻ ഇത് വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാന്ദ്ര എന്ന് പറഞ്ഞ ഒരു റിയൽ ആയിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ ആ റിയൽ ആയിട്ടുള്ള ആളിൽ നിന്ന് ഒരു ക്യാരക്ടർ രജത്ത് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അഹല്യ എന്ന് പറഞ്ഞത്. അപ്പോൾ അഹല്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹല്യയുടെ അമ്മ ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കോട് കൂടിയിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇവൾ ചെറുപ്പത്തിലേ തന്നെ ഇങ്ങനത്തെ അസുഖം ഉള്ളത് കൊണ്ട് വേറൊരു കുഞ്ഞുണ്ടാവാതെ അച്ഛനും അമ്മയും വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് അഹല്യയെ വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വീഴുകയോ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് റിക്കവർ ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കല്ലും മണ്ണും വെള്ളവും ഒന്നും ഇവളുടെ കാലിൻ്റെ അടിയിൽ പെട്ട് ഇവൾ വീഴാതെ ആവാനൊക്കെ ആയിട്ട് ഒരുപാട് ശ്രദ്ധിച്ചിട്ടാണ് അച്ഛനും അമ്മയും വളർത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഇവൾ MBBS എടുത്ത് ഇതാക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഓർത്തോപീഡിക് സർജന്മാരെയും ആ ഡോക്ടർമാരെയാണല്ലോ ഇവർ കാണുന്നുണ്ടാവും. അപ്പോൾ ഇവളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഓർത്തോപീഡിക് സർജൻ ആവണം. അത് MBBS കഴിഞ്ഞാൽ സ്പെഷ്യലൈസേഷൻ ഓർത്തോപീഡിക് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഇവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിന് ഇവിടെ എൻട്രൻസ് എക്സാമും ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ഒരുപാട് ബന്ധുക്കളൊക്കെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. അഹങ്കാരമാണ്, ഇത്ര ആവതില്ലാത്ത ആൾക്കാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോണേന്നൊക്കെ ഒരുപാട് ആളുകൾ അത് പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഇടയിൽ അമ്മ മരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവളാകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിപ്പോയി. അപ്പോൾ അമ്മ മരിച്ചതോട് കൂടിയിട്ട് വീട്ടിലെ വരുമാനം, കാരണം അച്ഛന് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ ബിസിനസ് ഒന്നും നന്നാവാതെ പോവുകയും ഒക്കെ ചെയ്തപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് MBBS കഴിഞ്ഞ ഉടനെ DK മെഡിക്കൽ കോളേജിൽ ഇവള് അനാട്ടമി ടീച്ചറായിട്ട്, മീൻസ് ഈ കുട്ടികളെ ഈ എന്താ പറയുക, ഡെഡ് ബോഡിയിൽ നിന്ന് എങ്ങനെ പാഠങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ ഈ ഡെഡ് ബോഡിയാണ് ഈ മെഡിക്കൽ MBBS വിദ്യാർത്ഥിനികൾ പറയുന്നത്, ഈ ഡെഡ് ബോഡിയാണ് ഇവരുടെ ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓത്തൊക്കെ ഉണ്ട്, ഇവരുടെ പ്രതിജ്ഞയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ അനാറ്റമി ലാബിൽ ഈ ഒരു ശരീരത്തിനെ കീറി മുറിച്ച് നമ്മുടെ ശരീര അവയവങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അഹല്യയുടെ ജോലിയായിട്ട്. പക്ഷേ അഹല്യ ആ ജോലിക്കായിട്ട് മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ അവിടെ എല്ലാം ആണുങ്ങളുടെ സ്പെസിമെൻസ് ആയിരുന്നു, മീൻസ് ബോഡി ആയിരുന്നു. അപ്പോൾ ഇവള് ചോദിക്കും പെണ്ണുങ്ങളുടെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി, അപ്പോൾ നമുക്ക് ആണുങ്ങളുടെ നമുക്ക് 5 ടേബിൾ ഉണ്ടായാലും 4 എണ്ണവും ആണുങ്ങളാണ്, ഒരെണ്ണം പെണ്ണ് കിട്ടിയിരുന്നെങ്കിൽ പഠിപ്പിക്കാൻ എളുപ്പമായിരുന്നു. കാരണം അതിനകത്താണ് ഫീമെയിൽ ഓർഗൻസ് ഒക്കെ, യൂട്രസ് എന്താണ്, അങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ എന്താണ്, നമ്മുടെ ചെസ്റ്റിൻ്റെ ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ സ്ത്രീയുടെ ശരീരം വേണം. അങ്ങനെയാണ് ഒരു 10 കൊല്ലം മുമ്പ് മരിച്ച ഇവർ ഇത് കളക്ട് ചെയ്ത് വെക്കും. ചിലർ നമ്മുടെ ശരീരം നോർമലായിട്ട് മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കുന്നവരുണ്ടാവും, ചിലർ അതില്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് 10 കൊല്ലം മുമ്പ് മരിച്ച ഒരു സ്ത്രീയുടെ ശരീരം, അത് 2 കൈയും ഒടിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയുടെ ശരീരം വെക്കുന്നത്. അപ്പോൾ അതിൽ ഈ അഹല്യ ഓരോ ഭാഗവും ചെസ്റ്റും അങ്ങനെയൊക്കെ ഇതാക്കി പോകുമ്പോഴാണ് ഇവൾക്ക് അതിൽ ആ മരണത്തിനോട് ഒരുപാട് സംശയങ്ങളൊക്കെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഇവിടെ സംശയങ്ങളായിട്ട് ഇവള് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ തെളിവുകളൊക്കെ ഇവൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിൽ തെളിവുകൾ കിട്ടുമ്പോൾ ഭയങ്കരമായ സംശയങ്ങൾ, പോലീസിൽ കേസ് കൊടുക്കുകയും കാര്യങ്ങൾ, പക്ഷെ പോലീസ് അത് അടിച്ചൊതുക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ നിന്നാണ് ഇവൾ ഈ കേസിൻ്റെ പിന്നാലെ പോവുകയും
ഏറ്റവും ദുർബലയായിട്ടുള്ള അഹല്യയാണ് ഒരു കേസ് അന്വേഷിക്കാൻ പോണേ. അവൾക്ക് സ്വയം നടക്കുന്നതിൽ അവൾ ഓരോ അടിയും സ്റ്റെപ്പ് കയറി ഇറങ്ങുക, അല്ലെങ്കിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അതിൽ നിന്ന് ഇറങ്ങി ഓടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ഒന്ന് ബോധം കെട്ട് വീഴുകയാണെങ്കിൽ പോലും വീഴാൻ പോലും അവൾക്ക് പറ്റില്ല. കാരണം ബോധം കെട്ട് വീണാൽ അവളുടെ ശരീരമാകെ നുറുങ്ങിപ്പോകും. അപ്പം അങ്ങനത്തെ ഉള്ള ഒരാളാണ്. പക്ഷേ ഉള്ളിലുള്ള ഒരു നീതിബോധവും കാര്യങ്ങളുണ്ടല്ലോ, എന്തോ സംശയങ്ങൾ വന്നതുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഇവള് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോകുന്നത്. അവൾക്ക് അവളുടെ ജീവൻ അപകടത്തിൽ വന്നാൽ പോലും അവൾക്കത് ഭയമില്ല. നമ്മൾ ശ്രമിക്കുക. ഇപ്പം ഇതിനകത്ത് അഹല്യ പറയുന്ന കാര്യമുണ്ട്, നമുക്ക് സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അത് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരിക്കുന്നേക്കാളും നമ്മൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയിട്ട് തോറ്റെങ്കിൽ പോട്ടെ, അത് നമ്മുടെ അല്ലാന്ന് പറയാലോ എന്നുള്ളതൊക്കെയാണ് അഹല്യയുടെ ഒരു ചിന്താഗതിയൊക്കെ വേണം. അപ്പം എനിക്ക് ഇതിനകത്ത് അഹല്യ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ഒരുപാട് ഇഷ്ടമായി. പോരാത്തതിന് ഇതിനകത്ത് എനിക്ക് എഴുത്ത് രീതിയും ഒക്കെ എനിക്ക് ഇഷ്ടമായി കുറച്ചും കൂടിയൊക്കെ. അതായത് ഒരു രണ്ടാമത്തെ പുസ്തകമാണ്. ഒരു അനാട്ടമി അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്ന് എഴുതുക എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിലും ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നി. കാരണം അങ്ങോട്ട് നീങ്ങണില്ല. കാരണം ആ കോളേജിൻ്റെ ഉള്ളിൽ നടക്കുന്ന അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം വിവരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഹുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ആദ്യം. പിന്നീടാണ് ഈ ബോഡി പരിശോധിച്ച് അതിൽ നിന്ന് കുറേ തെളിവുകളൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്, നമുക്കൊരു ത്രില്ലർ പോലെയൊക്കെ നമുക്ക് തോന്നുന്നത്. ആദ്യം നമുക്ക് ആ ഹോസ്പിറ്റലിൻ്റെ രീതികളൊക്കെയാണ് ആദ്യം വിവരിക്കുന്നത്. പിന്നെ തന്നെയുമല്ല ഇതിനകത്ത് നമുക്ക് ഒരുപാട്, ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഓസ്റ്റിയോജനസിസ് ഇംപെർഫെക്റ്റ് ആയാലും ന്യൂമോതൊറാക്സ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ബോഡിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരുപാട് ബുദ്ധിപരമായിട്ടുള്ള നോളജ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനാട്ടമി എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നത് എന്നുള്ളതൊക്കെ ഇതിനകത്തൊന്ന് മനസ്സിലാവും. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ തുടക്കത്തിൽ നമുക്കത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു കുറ്റം നടന്നതായിട്ട് തുടക്കത്തിൽ ഇല്ല. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് പെട്ടെന്നാണ് ഒരു മിഡിൽ ഭാഗത്തൊക്കെ എത്തുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ തെളിവുകളും കാര്യങ്ങളും, പിന്നെ പെട്ടെന്ന് കഥ നമുക്ക് പുരോഗമിക്കുന്നതായിട്ട് പെടുന്നുള്ളൂ. പക്ഷേ എനിക്കിതിൻ്റെ അവസാനത്തിൽ ഒന്നും കൂടിയും ഡീറ്റെയിലിംഗ് കൊടുത്ത് ഒന്നും കൂടി നന്നാക്കാമായിരുന്നു. പക്ഷേ പെട്ടെന്ന് പ്രതിയെ കണ്ടുപിടിച്ചതോട് കൂടിയിട്ട് ആ പുസ്തകം അവിടെ തീരുകയാണ്. ഇതിൽ പ്രതി ആരാണ് അല്ലെങ്കിൽ കുറ്റവാളി ആരാണ് എന്ന് കണ്ടുപിടിക്കുന്നതോട് കൂടിയിട്ട് ആ പുസ്തകം അവിടെ തീരുകയാണ്. എനിക്ക് കുറച്ചും കൂടി ഒന്ന് ഇലാബറേറ്റ് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ എൻഡിങ് കുറച്ചും കൂടി നന്നാക്കാമായിരുന്നു എന്നും എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. ഇതാണ് ബോഡി ലാബിൻ്റെ വിശേഷങ്ങൾ. രജത് ആർ എന്ന് പറഞ്ഞ ഡോക്ടർ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. മെഡിക്കൽ ത്രില്ലറാണ്. ഇനിയിപ്പോൾ ഒരു വിശേഷം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വിഷു ആണ് വരുന്നത്. നമുക്ക് വിഷുവിന് ഞാനൊരു ഗിവ് അവേ നൽകുന്നതാണ്. ഈ രജത് ആറിൻ്റെ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ് എന്ന് പറഞ്ഞ പുസ്തകമാണ് ഞാൻ സമ്മാനമായിട്ട് ഗിവ് അവേക്ക് നൽകുന്നത്. ഇതും DC അപ്മാർക്കറ്റ് ഫിക്ഷൻ തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില 220 രൂപയാണ്. ഇപ്പം നിങ്ങൾ 1-ാം ഫോറൻസിക് അധ്യായം വായിച്ചിട്ടുള്ളവർ, ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, 1-ാം ഫോറൻസിക് അധ്യായത്തിൽ അരുൺ ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ് കേസ് അന്വേഷിക്കുകയും കാര്യങ്ങൾ സുഹൃത്തിൻ്റെ മരണം അന്വേഷിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ സുഹൃത്തിൻ്റെ മരണം അന്വേഷിക്കുന്ന അരുൺ ബാലൻ ഈ പുസ്തകത്തിൽ 3 കേസുകളാണ് ഇതാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, ഈ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബിൽ പറയുന്നത്, അരുൺ ബാലൻ അനാറ്റമി ഫോറൻസിക് PG കഴിഞ്ഞിട്ട് ആള് IPS കൂടി എഴുതിയെടുത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി മാറിക്കഴിയുമ്പോൾ അയാളുടെ ഒരു ഡിറ്റക്റ്റീവ് എന്നുള്ള രീതിയിലാക്കി. അയാൾക്ക് ആദ്യത്തെ പുസ്തകത്തിൽ തന്നെ അയാൾ ഡോക്ടറായിരുന്നപ്പോൾ തന്നെ അയാൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. അങ്ങനെയാണ് അയാൾ കേസ് തെളിയിക്കുന്നതെന്ന് ആദ്യത്തെ പുസ്തകത്തിൽ 1-ാം ഫോറൻസിക് അധ്യായത്തിൽ. അപ്പോൾ ഈ പുസ്തകത്തിൽ 3 കേസുകളാണ് അരുൺ ബാലൻ നടത്തുന്നത്. 3 വ്യത്യസ്തമായിട്ടുള്ള കേസുകൾ, 3 വ്യത്യസ്ത ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിൽ 3 അന്വേഷണ കഥ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറൻസിക് ആയിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളും പിന്നെ അതിൻ്റെ പോലീസ് സർജന്മാരും അങ്ങനെയുള്ളവരുടെ ഒരു ഗ്രൂപ്പാണ്, ഒരു ക്ലബ്ബാണ്. അപ്പോൾ ഇവർ വെള്ളിയാഴ്ചകളിൽ ഒരു ക്ലബ്ബ് പോലെ ഇവർ കൂടുകയും പ്രമാദമായിട്ടുള്ള കേസുകളെ പറ്റി ചർച്ച ചെയ്യും. അപ്പോൾ ആ ചർച്ച ചെയ്യുന്ന കേസുകളുടെ ഒപ്പം തന്നെ ഈ കൂടെ, അതായത് വിദഗ്ധരായിട്ടുള്ള ആളുകൾ, കുട്ടികൾ ചർച്ച ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് സ്വന്തമായിട്ട് അവരവരുടെ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ വലിയ സർജന്മാർക്ക്. അപ്പോൾ ആ സർജന്മാർക്ക് അതിനോട് കൂടിയിട്ട്
ഇവർക്കൊരു ഒരു ഇൻഫർമേഷൻസ് ഇവരുടെ അനുഭവം കൂടി പറയുന്നതാണ് ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബ്. അപ്പോൾ ആ ഫ്രൈഡേ ഫോറൻസിക് ക്ലബ്ബിൽ അരുൺ ബാലൻ്റെ 3 കഥകൾ ചർച്ച ചെയ്യുകയാണ് ഈ പുസ്തകത്തിൻ്റെ ഇതിവൃത്തമായിട്ട് പറയുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു അന്വേഷണ നോവലാണ്. ഈ മെഡിക്കൽ ത്രില്ലറിൽ തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാനായിട്ട് ആസ് യൂഷ്വൽ നിങ്ങളെല്ലാവരും ഇതുവരെ വായിച്ചിട്ടുള്ള ഒരു ത്രില്ലർ നോവൽ, അതായത് മെഡിക്കൽ ത്രില്ലർ ആവാം, സൈക്കോളജിക്കൽ ത്രില്ലർ ആവാം, ഈ 2025 വായിച്ചിട്ടുള്ള ഒരു നല്ല ത്രില്ലർ നോവൽ ഏതാണെന്നും അതിൻ്റെ മെയിൻ കഥാപാത്രം ഏതാണെന്നും ഒന്ന് കമൻറ്റ് ചെയ്ത് അയയ്ക്കുക. പിന്നെ നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിഷുവിന് ഒരു ഗിവ് അവേ നടത്താനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷു ഇനിയിപ്പോൾ കുറച്ച് ദിവസമുള്ളൂ. ഇപ്പോൾ വിഷു എന്താ പറയുക ഏപ്രിൽ തുടങ്ങി, അപ്പോൾ ഏപ്രിൽ 14 എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ ഞാൻ ഏപ്രിൽ 14 എന്ന് വയ്ക്കുന്നില്ല, ഒരു ഏപ്രിൽ 20 വരെ ഞാൻ വെക്കുകയാണ്. ഏപ്രിൽ 20 വരെ നമുക്ക് ഇതിൻ്റെ സമയമുണ്ട്. അപ്പോൾ ഏപ്രിൽ 20 വരെ അയക്കുന്ന കമൻസിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഞാൻ ഈ പുസ്തകം സമ്മാനമായിട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കോൺടെസ്റ്റിൽ പങ്കെടുക്കുക. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.